കോഴിക്കോട് ചികിത്സയിലുള്ള നിപ ബാധിതന്റെ റൂട്ട് മാപ്പ് പുറത്തുവിട്ടിരിക്കുന്നു ആരോഗ്യവകുപ്പ്. മെയ് 30 മുതൽ ജൂൺ 10 വരെയുള്ള റൂട്ട് മാപ്പാണ് പുറത്തുവിട്ടിരിക്കുന്നത്. ദിലിഷ തിലകൻ കോഴിക്കോട് നിന്ന് ചേർന്ന് കൂടുതൽ വിവരങ്ങളുമായി. ദിലിഷ, ഗുരുതരമായി ചികിത്സയിൽ തുടരുന്ന നിപ ബാധിതന്റെ റൂട്ട് മാപ്പാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് പുറത്തുവിട്ടിരിക്കുന്നത്. നേരത്തെ ആരോഗ്യമന്ത്രി അടക്കം വ്യക്തമാക്കിയ കാര്യമാണ്. വിപുലമായൊരു സമ്പർക്ക പട്ടിക തന്നെയാണ് ഉള്ളത് എന്നുള്ളത്. 77 പേർ ആണ് നിലവിൽ ആ പട്ടികയിലുള്ളത്. അത് കൂടാനുള്ള സാധ്യത എത്രമാത്രമുണ്ട് ദിലിഷ? പ്രജിന് അല്പസമയം മുമ്പാണ് ഇത്തരത്തിൽ പുനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പരിശോധനാ ഫലവും കൂടി പോസിറ്റീവ് ആണ് എന്ന ഒരു റിപ്പോർട്ട് പുറത്തു വരുന്നത്. എന്തായാലും രോഗി ഗുരുതരാവസ്ഥയിൽ തന്നെയാണ്. അതിന് പിന്നാലെ ഇപ്പോൾ ആരോഗ്യവകുപ്പ് റൂട്ട് മാപ്പ് കൂടി പുറത്തുവിട്ടിരിക്കുകയാണ്. അതായത് ജൂൺ 2 കോഴിക്കോട് ഒരു സ്വകാര്യ ആശുപത്രിയിൽ രോഗി സന്ദർശനം നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ജൂൺ 3, 4, 5, 6 തീയതികളിലായിട്ട് ഫറൂഖ് കോളേജ് പോസ്റ്റ് ഓഫീസിൽ സന്ദർശനം നടത്തിയിട്ടുണ്ട്. ജൂൺ 7, 8, 9 തീയതികളിൽ 2 സ്വകാര്യ ആശുപത്രികളിൽ കൂടി സന്ദർശനം നടത്തിയിട്ടുണ്ട്. ജൂൺ 10 കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എന്നിങ്ങനെ നീളുകയാണ്. അങ്ങനെയാണ് റൂട്ട് മാപ്പ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതിൽ സമ്പർക്ക പട്ടികയിലാകെ 77 പേരാണ് എന്നുള്ളതാണ്. ഇവർ നിരീക്ഷണത്തിൽ ആണ്. ഇതിൽ 58 പേർ ആരോഗ്യ പ്രവർത്തകരാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. 14 പേർ കുടുംബാംഗങ്ങളാണ്. 5 പേർ സുഹൃത്തുക്കളും സഹപ്രവർത്തകരുമാണ്. നിലവിൽ 2 പേരെ വളരെ ഉയർന്ന റിസ്കിലും അതുപോലെ 13 പേർ ഉയർന്ന റിസ്ക് വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. ഇവരെ ക്വാറന്റൈനിൽ പോകാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഈ പട്ടികയിലുള്ള ആർക്കും രോഗലക്ഷണങ്ങളില്ല എന്ന് തന്നെയാണ് ആരോഗ്യ വകുപ്പ് പറയുന്നത്. അതുപോലെ തന്നെ 62 പേർ അവർ കുറഞ്ഞ റിസ്കിലാണ് അവരെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എന്തായാലും ഈ പ്രതിരോധ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഉചിതമായിട്ട് നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ആരോഗ്യവകുപ്പ് പറയുന്നത്. ഈ പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പരിശോധനാ ഫലം കാത്തിരിക്കാതെ തന്നെ ഈ തോന്നക്കൽ ബയോളജി ലാബിലെയും അതുപോലെ കോഴിക്കോട് മൈക്രോ വൈറോളജി ലാബിലെയും ഫലം ലഭിച്ചപ്പോൾ തന്നെ ശക്തമായ പ്രതിരോധ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് എന്ന് ആരോഗ്യവകുപ്പ് പറയുന്നുണ്ട്. എന്തായാലും ഈ രോഗി അതീവ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ തുടരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അതുപോലെ തന്നെ മെഡിക്കൽ കോളേജിൽ ക്വാറന്റൈൻ സൗകര്യത്തിനായിട്ട് പ്രത്യേക ബ്ലോക്ക് എല്ലാം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്താൽ മാത്രം ഈ കണ്ടെയ്ൻമെന്റ് സോൺ ഏർപ്പെടുത്തുന്നത് പരിഗണിക്കുമെന്നാണ് നിലവിൽ ആരോഗ്യവകുപ്പ് അറിയിക്കുന്നത്. ദിലിഷ തിലകനാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.